13 വർഷമായി വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ ഒരു വാഹനത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. BMW X540i എന്ന വാഹനത്തിന്റെ വിശേഷങ്ങളാണ്. സലാം കണ്ണൂരാണ് നിങ്ങളുടെ കൂടെ. എല്ലാവർക്കും പുതിയൊരു ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. BMW X540i SUV മോഡലാണ് ഈ കാണുന്നത്. SUV എന്ന് വിളിക്കുന്നതിനേക്കാൾ ഉപരി BMW വിളിക്കുന്നത് SAV എന്നാണ്. സ്പോർട്സ് ആക്ടിവിറ്റി വെഹിക്കിൾ. ഗ്ലോബൽ എൻകാപ്പിന്റെ ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകതയും അതുപോലെ തന്നെ സേഫ്റ്റിയെ ഒന്നുകൂടി ഉത്തേജിപ്പിക്കുന്നത്. സ്റ്റീൽ, അലൂമിനിയം, കാർബൺ ഫൈബർ എന്നീ 3 മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഈ വാഹനത്തെ നിർമ്മിച്ചിട്ടുള്ളത്. BMW X5ന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ അട്രാക്റ്റീവ് നൽകുന്ന ഒരു ഭാഗമാണ് ഈ ഗ്രില്ലിന്റെ ഒരു ഭാഗം. ഇതിനെ കിഡ്നി ഗ്രിൽ എന്നാണ് BMW വിശേഷിപ്പിക്കുന്നത്. അതുപോലെ ഗ്രില്ലിന്റെ ഈ ഒരു ഭാഗമൊക്കെ സിൽവർ ഫിനിഷിംഗ് കൊടുത്തിട്ട് ഭംഗി കൂട്ടിയിട്ടുണ്ട്. ഗ്രില്ലിന് നല്ലൊരു ഭംഗി കൊടുക്കുന്നുണ്ട് ഈ ഒരു ഭാഗമൊക്കെ. അതുപോലെ തന്നെ ഇതിന്റെ ഉൾഭാഗത്ത് കാണുന്ന ബ്ലാക്ക് പാർട്ട് എന്ന് പറയുന്നത് ഇത് ഓപ്പൺ ആവാറുണ്ട്. എഞ്ചിൻ ടെമ്പറേച്ചർ കൂടുമ്പോഴും അതുപോലെ തന്നെ എയറോഡൈനാമിക് പെർഫെക്റ്റ് ആയി വർക്ക് ചെയ്യാനും വേണ്ടി ഈ ഒരു ഭാഗം ഓപ്പൺ ആവാറുണ്ട്. ഗ്രില്ലിന്റെ സെൻട്രലിൽ നിന്ന് താഴ്ഭാഗത്ത് വരുമ്പോഴാണ് ഫ്രണ്ട് ക്യാമറയുടെ സ്ഥാനം. ഇതിനെ BMW വിളിക്കപ്പെടുന്നത് ഫിഷ് ഐ ക്യാമറ എന്നാണ്. ഡാറ്റ കറക്റ്റ് ഒപ്പിയെടുക്കുന്നത് കൊണ്ടാവാം ഇതിന് ഇങ്ങനൊരു പേര് വന്നത്. LED ഹെഡ്ലാമ്പ് യൂണിറ്റ് ആണിത്. ഇതൊരു ലേസർ ജെറ്റ് ഹെഡ്ലാമ്പ് യൂണിറ്റ് എന്ന് പറയാം. ലേസറിന്റെ ഭാഗങ്ങളാണ് എക്സ് ഷേപ്പിൽ ബ്ലൂ കളറിൽ നിങ്ങൾ ഈ കാണുന്നത് ഉൾഭാഗത്തായിട്ട്. ട്രാഫിക് ഇല്ലാത്ത സമയത്തും അതുപോലെ കൂടുതലും വാഹനങ്ങൾ ഓപ്പോസിറ്റ് സൈഡ് ഇല്ലാതിരിക്കുമ്പോഴാണ് ഈ ലേസർ ഓണാകുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളെ BMW ശല്യം ചെയ്യില്ല എന്ന് വേണമെങ്കിൽ പറയാം. 600 മീറ്റർ ദൂരം വരെയാണ് ഇതിന്റെ ലൈറ്റ് ലഭിക്കുന്നത് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അതിന്റെ തൊട്ടു മുകളിൽ നീളത്തില് ഇൻഡിക്കേറ്റർ കാണാം. അതുപോലെ തന്നെ ഒരു BMW ലേസർ എന്ന ബാഡ്ജും കാണാം. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു പാർട്ടാണ് ഫ്രണ്ടിലെ ഈ ഹെഡ്ലാമ്പ് എന്ന് പറയുന്നത്. അത് ഫ്രണ്ട് ഭാഗത്തിന് വളരെയധികം ഭംഗി കൂട്ടുന്നുണ്ട് എന്നുള്ളത് വേറൊരു പ്രത്യേകതയും കൂടിയാണ്. ഹെഡ്ലാമ്പിന്റെ താഴ്ഭാഗത്ത് വരുമ്പോൾ ഒരു ഫോഗ് ലാമ്പ് കാണാം. അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസർ കാണാം. ഈ ഒരു ഷേപ്പിനെ M സ്പോട്ട് ഷേപ്പ് എന്നാണ് അറിയപ്പെടുന്നത്. ബറിന്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് കാണുന്ന ഒരു ഡിസൈനാണിത്. ഇത് അങ്ങേ അറ്റം വരെ ഉണ്ട്. X5ന്റെ മറ്റു മോഡലുകളിൽ മറ്റു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഡിസൈനുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ബോണറ്റിന്റെ ഭാഗം. ബോണറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോണറ്റിന്റെ 2 ഭാഗത്തും കൊടുത്തിട്ടുള്ള ആ കട്ടിങ്സ് ഒക്കെ വന്ന് എൻഡാവുന്നത് ഈ ഗ്രില്ലിന്റെ ഭാഗത്തേക്കാണ്. കണ്ട, അതൊക്കെ നല്ല ഭംഗിയോടെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോണറ്റിന്റെ സെൻട്രലായിട്ട് ഒരു BMW എംബ്ലം കാണാം. ഇത്രയും കാര്യങ്ങളാണ് BMW X5ന്റെ ഫ്രണ്ട് ഭാഗത്തെ കുറിച്ച് പറയാനുള്ളത്. ഇതാണ് X5ന്റെ സൈഡ് വ്യൂ എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 4.9 മീറ്റർ ലെങ്ത് ആണ്. അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1.7 മീറ്റർ ആണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 214 മില്ലിമീറ്ററും അതുപോലെ വിഡ്ത്ത് വരുന്നത് 1.6 മീറ്റർ ആണ്. X5ന്റെ വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീൽ ബേസ് വരുന്നത് 2975 മില്ലിമീറ്റർ ആണ്. 20 ഇഞ്ച് അലോ വീലാണ്. മൾട്ടി സ്പോക്ക് അലോ വീലാണ്. വേറൊരു പ്രത്യേകത, ഫ്രണ്ടിലുള്ള സൈസ് അല്ല ബാക്കിലുള്ളത്, ബാക്ക് വീലിനുള്ളത് വ്യത്യാസമുണ്ട്. കുറച്ചുകൂടി ഡൈനാമിക്സ് കൂട്ടുന്നതിന് വേണ്ടിയാണ് ചെറിയൊരു സൈസ് വ്യത്യാസം BMW വരുത്തിയിട്ടുള്ളത്. 4 ബ്രേക്കും ഡിസ്ക് ബ്രേക്കാണ്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത, 0 പ്രഷറിൽ 80 km/h സ്പീഡിൽ ഓടിച്ചു കൊണ്ടുപോകാമെന്നാണ് BMW അവകാശപ്പെടുന്നത്. അതുപോലെ ഫ്രണ്ടിൽ നിന്ന് സൈഡിലേക്ക് വരുമ്പോൾ സൈഡ് മിറർ കാണാം. സൈഡ് മിററിൽ തന്നെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു ക്യാമറ കാണാം. ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് വരുമ്പോൾ ഒരു M ബാഡ്ജ് കാണാം. എയറോഡൈനാമിക് മോഡ് കാണാം. അതുപോലെ സൈഡിൽ നിൽക്കുമ്പോൾ കിട്ടുന്ന വേറൊരു അട്രാക്റ്റീവ് ആണ് ഈ വിൻഡോന്റെ ചുറ്റും കൊടുത്തിരിക്കുന്ന ഈ ബ്ലാക്ക് ഫിനിഷിങ്. അത് വൈറ്റ് വണ്ടിയൊക്കെ ആണെങ്കിൽ എടുത്ത് കാണിക്കും. ഒരു നല്ലൊരു ഭംഗി കൊടുക്കുന്ന ഒരു ഫിനിഷിംഗ് ആണത്. അതുപോലെ തന്നെ റൂഫ് റെയിലിനും അത് കാണാം, അത് കൊടുത്തതായിട്ട് കാണാം. ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് പെട്രോൾ ടാങ്ക് വരുന്നത്.
ഇതാണ് BMW X5-ന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത്. മെക്കാനിസം ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. LED ടെയിൽ ലാമ്പ് യൂണിറ്റ് ആണിത്. ടെയിൽ ലാമ്പ് ടെയിൽ ഗേറ്റിലേക്ക് കയറി നിൽക്കുന്നു എന്നതിലുപരി ഇതിന്റെ രാത്രി വിസിബിലിറ്റി അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. BMW X5-ന്റെ ബാക്ക് സൈഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുകളിൽ നിന്ന് വരുമ്പോൾ ഒരു ആന്റിന കാണാം. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഗ്ലാസ്സിലൊക്കെ കൊടുത്തിട്ടുള്ള ആ ലൈനൊക്കെ കണ്ട അടിപൊളിയല്ലേ. അതുപോലെ ഒരു വൈപ്പർ കാണാം. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് BMW എംബ്ലം കാണാം. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് വരുമ്പോൾ ബാക്ക് സൈഡിലുള്ള മെയിൻ ക്യാമറ കാണാം. 2 ലാമ്പ് ലൈറ്റ് കാണാം. ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ X5-ന്റെ ഒരു ബാഡ്ജ് കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പം X-Drive 40i എന്ന് റൈറ്റ് ചെയ്തിട്ടുള്ളൊരു ബാഡ്ജും കാണാം. റിഫ്ലക്ടർ കാണാം. ഏറ്റവും താഴ്ഭാഗത്ത് വന്നാൽ ഡുവൽ എക്സോസ്റ്റ് കാണാം. പാർക്കിംഗ് സെൻസറുകൾ കാണാം. ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം. 1 ടച്ച് ഓപ്പണിംഗ് ആണ് ടെയിൽ ഗേറ്റ്. യെസ്, 2 സ്പ്ലിറ്റ് ആയിട്ടാണ് ടെയിൽ ഗേറ്റിനെ ക്രമീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ വേറൊരു ചെറിയൊരു പാർട്ടാണ് അതിവിടെ. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഓപ്പൺ ആവും. ഇതാണ് X5-ന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 650 ലിറ്റർ ആണ് X5-ന്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. 2 ലാമ്പ് ലൈറ്റ് കാണാം 2 സൈഡിലായിട്ട്. അതുപോലെ തന്നെ ഈ സീറ്റ്, ബാക്ക് സൈഡ് സീറ്റ് ഫോൾഡ് ചെയ്യാൻ പറ്റും. ആ ഫോൾഡിങ് സ്വിച്ചാണിത്. യെസ്, അതുപോലെ തന്നെ ഈ സൈഡിലും ആ ഒരു പാർട്ടിൻ്റെ സ്വിച്ച് കിടക്കുന്നുണ്ട്. ഈ സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 1600 ലിറ്റർ സ്പേസ് വരെയാണ് ഇതിൻ്റെ അകത്ത് കിട്ടുന്നത്. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് 150 kg വരെ ഒരേ സമയത്ത് വെക്കാൻ പറ്റുമെന്നുള്ളതാണ് BMW അവകാശപ്പെടുന്നത്. അതുപോലെ പാർസൽ ട്രേ ഓട്ടോ ഫോൾഡബിൾ ആണ്. അതിനൊരു സ്വിച്ചാണിത്. ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റും. നേരത്തെ ടെയിൽ ഗേറ്റ് 2 പാർട്ടായിട്ടാണ് ഞങ്ങൾ ഓപ്പൺ ചെയ്തത്. ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്വിച്ച് മാത്രം യൂസ് ചെയ്താൽ മതി. അതൊരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. രണ്ടും ഒരേ സമയത്ത് ക്ലോസ് ആവും. ടെയിൽ ഗേറ്റ് 1 ടച്ച് ഷോട്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നിയ ഒരു കാര്യം, വീട്ടിൽ പുതിയൊരു വാഹനം വാങ്ങിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഫീച്ചേഴ്സ് കൂടുതലും ഓട്ടോമാറ്റിക് ഫംഗ്ഷനാണ് കൂടുതൽ വാഹനങ്ങൾക്ക് വരുന്നത്. വാഹനം വീട്ടിൽ ആരൊക്കെയാണോ വാഹനം യൂസ് ചെയ്യുന്നത്, അതുപോലെ മക്കളാവാം, വൈഫാവാം, അതുപോലെ മറ്റുള്ളവരാവാം, അവർക്ക് ഇതുപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളതാണ്. ഈ ഒരു ടെയിൽ ഗേറ്റ് 1 ടച്ച് ഷോട്ടാണ്. ഈ 1 ടച്ച് ഷോട്ട് അതുപോലെ തന്നെ നമ്മുടെ മക്കൾ എന്തെങ്കിലും ബോട്ട് സ്പേസിൽ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കാൻ പോകുമ്പോൾ ഈ ഒരു കാര്യം അവർക്ക് അറിയില്ലെങ്കിൽ ഇത് പിടിച്ച് പ്രസ് ചെയ്ത് വലിക്കും, മെനുവിൽ വലിക്കുന്ന പോലെ വലിക്കും. അങ്ങനെ ആകുമ്പോൾ ഓട്ടോമാറ്റിക് സിസ്റ്റത്തിന് കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ വാഹനത്തിന്. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. X5-ന്റെ ഇന്റീരിയർ വിശേഷങ്ങൾ ഇനി നമുക്ക് നോക്കാം. കീലെസ് എൻട്രി ആണ്. ഡോറിന്റെ സൈഡിലുള്ള ഫംഗ്ഷനുകളെ കുറിച്ച് നോക്കാം. ലോക്ക് ആൻഡ് അൺലോക്ക് കാണാം. ഡോറിന്റെ മെയിൻ കൺട്രോൾ സ്വിച്ച് കാണാം. അതുപോലെ മെമ്മറി ഫംഗ്ഷൻ സ്വിച്ചുകളൊക്കെ കാണാൻ പറ്റും. വിൻഡോ ലോക്ക് സ്വിച്ച് കാണാം. അതുപോലെ തന്നെ 4 വിൻഡോന്റെ സ്വിച്ചുകൾ കാണാം. സൈഡ് മിറർ ഓപ്ഷൻ കാണാം. സൈഡ് മിറർ കൺട്രോൾ ഓപ്ഷൻ. അതുപോലെ തന്നെ ഡ്രൈവർക്ക് ഇവിടെ നിന്ന് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാനുള്ളൊരു സ്വിച്ചും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു വാട്ടർ ബോട്ടിൽ സ്പേസ് കാണാം. അതുപോലെ തന്നെ മറ്റ് സ്റ്റോറേജ് സ്പേസും കൂടി ഇവിടെ താഴ്ഭാഗത്ത് കാണാൻ പറ്റും. 2 കളറിലായിട്ടാണ് ഡോറിൻ്റെ സൈഡിലുള്ള ലെതറിനെ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിങ് ഇവിടെ കാണാം. അതിൻ്റെ സെൻട്രലായിട്ടൊരു അടിപൊളി ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 6 കളറിലുള്ള ആംബിയൻ ലൈറ്റുകളാണ് ഈ വാഹനത്തിൽ അവൈലബിൾ. അതുപോലെ തന്നെ ഒരു വുഡൻ ഫിനിഷിങ് കാണാം. ഒരു സ്പീക്കർ കാണാം. ഇനി ഉൾഭാഗത്തുള്ള ഇൻറ്റീരിയർ വിശേഷങ്ങൾ നമുക്ക് നോക്കാം. രാത്രി സീന്, ആ ആംബിയൻ ലൈറ്റ് കണ്ടോ, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല.
സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി ലെതറാണ് യൂസ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾക്കത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ്. ആ ഒരു ഭാഗമാണിത്. സീറ്റിനെ ഇലക്ട്രിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റിയ പവർഫുൾ അഡ്ജസ്റ്റബിൾ സ്വിച്ചുകളാണ് ഇതൊക്കെ. നോക്കാം. വളരെ ഫാസ്റ്റാണ്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട്, ആവശ്യത്തിൽ കൂടുതൽ തൈ സപ്പോർട്ടൊക്കെ ഈ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. ലെതർ ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള മൾട്ടി ഫങ്ഷൻ സ്റ്റെയറിംഗ് വീലാണ്. സ്റ്റെയറിംഗിന്റെ സെൻട്രലായിട്ട് BMW ഒരു എംബ്ലം കാണാം. ഇതുകൊണ്ടാ ലെതർ ഫിനിഷിങ് അടിപൊളിയാണ്. അതുപോലെ തന്നെ ക്രൂയിസ് ആൻഡ് കൺട്രോൾ സ്വിച്ചുകൾ കാണാം. അതുപോലെ തന്നെ വോളിയം ഡൗൺ ആൻഡ് അപ്പ് ടെലിഫോൺ സ്വിച്ചുകളൊക്കെ കാണാം. തൊട്ട് താഴ്ഭാഗത്ത് വന്നാൽ ഒരു M ബാഡ്ജ് കാണാം. 4 ഭാഗത്തായിട്ട് സിൽവർ ഫിനിഷിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഇൻഡിക്കേറ്റർ സ്വിച്ചുകൾ കാണാൻ പറ്റും. റൈറ്റ് സൈഡിലായിട്ട് വൈപ്പർ കൺട്രോൾ സ്വിച്ചുകൾ കാണാൻ പറ്റും. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഫുള്ളി ഡിജിറ്റൽ ആണ്. RPM മീറ്റർ കാണാം, സ്പീഡോ മീറ്റർ കാണാം, അതുപോലെ തന്നെ ഫ്യൂൽ മീറ്റർ കാണാം, ടെമ്പറേച്ചർ മീറ്റർ കാണാൻ പറ്റും. ഈ ഒരു പാർട്ടൊക്കെ കണ്ടോ, അതിൻ്റെ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. സ്റ്റിയറിംഗിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പം AC വിൻഡോ കാണാം. അതുപോലെ തന്നെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു സ്പീക്കർ കൊടുത്തിട്ട് കാണാം. ഹാർമൻ കാർഡന്റെ സൗണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പം ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തെ കുറിച്ചാണ് ആദ്യം പറയാനുള്ളത്. 12.3 ഇഞ്ചാണ്, ടച്ച് സ്ക്രീനാണ്. വോളിയം ചെക്ക് ചെയ്യാം. ഹാർമൻ കാർഡന്റെ സ്പീക്കറാണ് BMW യൂസ് ചെയ്യുന്നത്. യെസ്, നല്ല സൗണ്ടാണ്. സൗണ്ട് കൂട്ടാൻ വേറൊരു സിസ്റ്റം കൂടി ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. അതിന് ക്ലസ്റ്റർ കൺട്രോൾ എന്നാണ് അറിയപ്പെടുന്നത്. അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫിംഗർ യൂസ് ചെയ്ത് നമുക്ക് സൗണ്ട് കൂട്ടാം. കണ്ടോ? ഓക്കെ, ടച്ച് സ്ക്രീൻ ആണ്, അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതൊന്ന് ചെക്ക് ചെയ്യാം. യെസ്, ഡാഷ്ബോർഡിന്റെ ലെതർ ഫിനിഷിംഗ് ഒക്കെ കണ്ടോ, മനോഹരമാണ്. ജർമ്മൻ വാഹനത്തിന്റെ ഒരു പ്രത്യേകതയും കൂടിയാണത്. സോഫ്റ്റ് ആണ്, അതുപോലെ തന്നെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ക്വാളിറ്റിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിന്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് ഒരു സിൽവർ ഫിനിഷിംഗ് കാണാം. അത് നീളത്തിൽ തന്നെ പോകുന്നുണ്ട്. അതിന്റെ ഇടയിലായിട്ട് ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. വുഡൻ ഫിനിഷിങ്, അതും സൂപ്പറാണ്. വുഡൻ ഫിനിഷിങ് ആ ഒരു നീളത്തിൽ തന്നെ അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴ്ഭാഗത്തായിട്ട് ഹസാർഡ് ബട്ടൺ കാണാം. AC വിൻഡോ കാണാം. AC വിൻഡോന്റെ സൈഡിലൊക്കെ സിൽവർ ഫിനിഷിംഗ് കാണാം. അതുപോലെ തന്നെ AC സ്വിച്ചുകൾ കാണാം. അതിന്റെ ഒരു സ്ക്രീനാണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ട് താഴ്ഭാഗത്തായിട്ട് വോളിയം കൺട്രോൾ കാണാം. അതുപോലെ തന്നെ റേഡിയോ ചാനലുകൾ, അതിന്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ കാണാം. അതിന്റെ താഴ്ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്പ്ലേ കീ കാണാം. അതിന്റെ ചാർജിങ് സ്പേസ് ആണ് അത്. അതുപോലെ തന്നെ ഒരു USB പോർട്ട് കാണാം. ലൈറ്റർ കാണാം. അതുപോലെ തന്നെ ആസ്റ്റർ BMW ഒരു കപ്പ് ഇവിടെ കാണാം. 2 കപ്പ് ഹോൾഡറാണ്. അതിലൊരു ആസ്റ്റർ ഓൾറെഡി കപ്പ് വരുന്നതുണ്ട്. ഇവിടെ ഒരു കപ്പ് ഹോൾഡർ കാണാം. അതുപോലെ തന്നെ 2 ടൈപ്പ് ഓഫ് കീ ആണ് BMW അതിൽ ഒരു കീ ഡിസ്പ്ലേ കീ എന്നാണ് അറിയപ്പെടുന്നത്. ഇതാണ് ആ ഡിസ്പ്ലേ കീ. അടിപൊളിയല്ലേ? ഈ ഡിസ്പ്ലേ കീ ചാർജിന് വെക്കുന്ന ഒരു സ്പേസ് ആണ് ഈ ഒരു ഏരിയ. കണ്ടോ? അതുപോലെ തന്നെ വേറൊരു കീ നോർമൽ കീ ആണ്. ഇന്റീരിയറിനെ കൂടുതൽ ഭംഗി കൂട്ടുന്ന ഒരു പാർട്ടാണ് ഈ ഗിയറിന്റെ ഭാഗം എന്ന് പറയുന്നത്. കണ്ട ഒരു ഗ്ലാസ് എലമെന്റ്സ്. ഇതിനെ BMW വിശേഷിപ്പിക്കുന്നത് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്രിസ്റ്റൽ എലമെന്റ്സ് എന്നാണ്. ഹാൻഡ് ക്രാഫ്റ്റായി ചെയ്ത ഒരു പാർട്ടായത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. ഈ ഒരു ഗിയറിന്റെ ഭാഗം, അതുപോലെ ഈ റോട്ടറി സ്വിച്ചിന്റെ ആ മുകൾ ഭാഗത്തായിട്ട് ആ ഡിസൈൻ വരുന്നുണ്ട്. ആ കട്ടിങ്സ് കണ്ട,
കട്ടിങ്സ് ആണ് അതിന് കൂടുതൽ ഭംഗി കൊടുക്കുന്നതും. ഫിനിഷിങ് ഒരു രക്ഷയില്ല. അതുപോലെ തന്നെ ഈ വോളിയം അപ്പിന്റെ മുകളിലുണ്ട്, രാത്രി ആയതുകൊണ്ട് കാണാത്തത്. ഈ ഗിയറിന്റെ സെൻട്രലായിട്ട് ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു എക്സും കൂടി ഏഡായപ്പം അതിമനോഹരമാണ് ഈ ഗിയറിന്റെ ഭാഗം എന്ന് പറയുന്നത്. അതുപോലെ ഗിയറിന്റെ ഭാഗത്തായിട്ട് വരുന്ന മറ്റു ഓപ്ഷനുകൾ മീഡിയ കാണാം, ഹോം കാണാം, മാപ്പ്, കോം, വെബ്, നാവിഗേഷൻ, അതുപോലെ തന്നെ റോട്ടറി സ്വിച്ച്, അതിന്റെ ബാക്ക് സൈഡ് കാണുന്ന ഓപ്ഷനുകൾ, അതുപോലെ തന്നെ ബാക്ക് സൈഡ് സ്വിച്ചുകൾ കാണാം, ഹാൻഡ് ബ്രേക്ക് സ്വിച്ചുകൾ കാണാം, ഹിൽ ഡിസൻ കൺട്രോൾ സ്വിച്ച് കാണാം. അതുപോലെ തന്നെ ഡ്രൈവിംഗ് മോഡുകൾ ഉണ്ട്, സ്പോർട്ട്, കംഫോർട്ട്, എക്കോ പ്രോ, അഡാപ്റ്റീവ്, ഓട്ടോ. അതുപോലെ തന്നെ എഞ്ചിൻ ഓഫ് ആൻഡ് ഓൺ സ്വിച്ച് കാണാം. അതിന്റെ തൊട്ടിപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ ക്യാമറ വ്യൂ, പാർക്കിംഗ് അസിസ്റ്റ്, അതുപോലത്തെയുള്ള സ്വിച്ചുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. അതിന്റെ ചുറ്റും വുഡൻ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്, സിൽവർ ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സിൽവർ ഫിനിഷിന്റെ ഇടയിലായി ആംബിയൻ ലൈറ്റ് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈവർക്കും അതുപോലെ തന്നെ ഫ്രണ്ടിലിരിക്കുന്ന പാസഞ്ചർക്കും വെക്കാൻ പറ്റിയ ഒരു വിശാലമായ ഒരു ഹാൻഡ് റെസ്റ്റ് ആണ്. ലെതർ ഫിനിഷിങ്ങോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ ഉള്ളിനകത്തുണ്ട്. ഒരു USB പോർട്ട് കാണാം. മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്, ഷെയ്ഡ് വിത്ത് ലാമ്പാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു റീഡിംഗ് ലാമ്പ് കാണാം. ആ റീഡിംഗ് ലാമ്പിൻ്റെ ഒക്കെ ഡിസൈൻ കണ്ടോ, അടിപൊളിയല്ലേ. അതുപോലെ തന്നെ റിയർ മിറർ, ഓട്ടോ ഫോൾഡബിൾ റിയർ മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഒരു ഷെയ്ഡ് വിത്ത് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. പാസഞ്ചർ സൈഡ് ഗ്ലോ ബോക്സ് കാണാം. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഗ്ലോ ബോക്സ് ആണ്. റീഡിംഗ് ലാമ്പിൻ്റെ അടുത്തായിട്ട് തന്നെ SOS കോൾ ബട്ടൺ ഉണ്ട്. അതുപോലെ തന്നെ റൂഫ് ഓപ്പൺ, വൺ ടച്ച് ഓപ്പൺ ആണ്. വലിയൊരു സൺറൂഫ് തന്നെയാണ് X5-നുള്ളത്. ബാക്ക് വരെ നീളുന്ന ഒരു സൺറൂഫാണ്. ഉണ്ടോ? സൺറൂഫിന്റെ വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ഈ ഒരു സൺറൂഫിനെ സ്കൈ ലോഞ്ച് എന്നാണ് അറിയപ്പെടുന്നത്. 1500 ലൈറ്റ് എലമെന്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ബ്ലൂ കളർ ഷെയ്ഡ് കണ്ടോ, ഒരു ഡോട്ട്സ് കണ്ടോ, കംപ്ലീറ്റ് പുറത്ത് ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് കംപ്ലീറ്റ് കാണാത്തത്. രാത്രി സീൻ അടിപൊളിയായിരിക്കും മൊത്തത്തിൽ. അതുകൊണ്ടാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തത് കൊണ്ടാണ് സ്കൈ ലോഞ്ച് എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇതിന്റെ സ്പേസ് പരിശോധിക്കാം. എൻ്റെ നീളം എന്ന് പറയുന്നത് 6.2 ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല കാല് നീളമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ഞാനിത് സീറ്റ് ബാക്കോട്ട് ആക്കുന്നുണ്ട്. അത്യാവശ്യം ബാക്കോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും സ്പേസ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ബാക്ക് സീറ്റും കൂടി ഒന്ന് പരിശോധിക്കുക. ഇതേ സൈസിൽ ഈ ഒരു സ്പേസിൽ തന്നെ സീറ്റ് ഇട്ടുകൊണ്ട് ബാക്ക് സൈഡ് ഒന്നും കൂടി ഒന്ന് പരിശോധിക്കാം. ബാക്ക് സൈഡിലാണ് ഞാനുള്ളത് കണ്ടോ. ഞാൻ ഇരുന്നിട്ടും ഇത്രയും സ്പേസ് ബാക്കിയുണ്ട്. ഇതിവിടെ പ്ലാസ്റ്റിക് കവറുള്ളതുകൊണ്ടോ അത് മനസ്സിലാവുന്നത് കേട്ടോ. കണ്ടോ, ഞാനിത് അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഇരുന്നിട്ടുണ്ട്. പിന്നെയും ഇത്ര ബാക്കിയുണ്ട്. ഓക്കെ, ഫ്രണ്ട് സീറ്റ് ഞാൻ മാക്സിമം ബാക്ക് സൈഡ് ഇട്ടിട്ടാണ് കണ്ടല്ലോ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ആംബിയൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ടോ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടും അതുപോലെ തന്നെ അടിഭാഗത്തായിട്ടൊക്കെ ഉണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ബാക്കിലിരിക്കുന്നവർക്ക് മീഡിയ കൺട്രോൾ ചെയ്യാം, അതുപോലെ നാവിഗേഷനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇവിടെയും ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ സീറ്റിലും കൊടുത്തിട്ടുണ്ട്. 2 പാസഞ്ചർക്കും കാണാൻ പറ്റും. അതുപോലെ തന്നെ സെൻട്രൽ വരുമ്പം AC വിൻഡോ കാണാം. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്ഷനുകൾ, അതിൻ്റെ സ്വിച്ചുകൾ കാണാം. അതുപോലെ ഈ താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ നല്ല CD ഇടാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ USB പോർട്ട് 2 ഉണ്ട്. അതുപോലെ തന്നെ ഹെഡ്സെറ്റ് കുത്താനുള്ള 2 പോർട്ടുകൾ കാണാം. അതുപോലെ തന്നെ ഈ ഒരു പാർട്ട് ഓപ്പൺ ആക്കി എടുക്കാൻ പറ്റും. ഇവിടെ 2 കപ്പ് ഹോൾഡർ 2 പാസഞ്ചർക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. പെന്ന് അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു സ്പേസ് ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബാക്കിലെ വിശേഷങ്ങൾ. ലെതറിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. നല്ലൊരു
ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു സീറ്റാണ്. ബാക്ക് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് സൈഡിലായിട്ട് ഒരു AC വിൻഡോ കാണാം. അതുപോലെ തന്നെ ഡോറിൻ്റെ ഭാഗത്ത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പീക്കർ കാണാം. അതുപോലെ തന്നെ ഒരു സിൽവർ ഫിനിഷിങ് ആംബിയൻ ലൈറ്റ് കാണാം. അതുപോലെ വലിയൊരു സ്പീക്കർ വേറെ കാണാം. അതുപോലെ തന്നെ ഒരു കപ്പ് ഹോൾഡർ കാണാം. സ്റ്റോറേജ് സ്പേസും കാണാം. ഇതാണ് BMW X5ൻ്റെ പുറത്തു നിന്ന് നോക്കുമ്പോൾ ബാക്ക് സൈഡ്. സീറ്റിൻ്റെ ലെതർ ഫിനിഷിംഗ് ഒക്കെ കണ്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ആംബിയൻ ലൈറ്റൊക്കെ ഡോറിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. രാത്രി വ്യൂ എന്ന് പറയുന്നത് വേറൊരു ലെവലാണ്. ഈ വാഹനത്തിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 എയർ ബാഗ് ആണുള്ളത്. ABS EBD സിസ്റ്റം, ഡിസ്ക് ബ്രേക്ക് സിസ്റ്റം, അതുപോലെ തന്നെ ഹിൽ ഡിസെന്റ് കൺട്രോൾ സിസ്റ്റം, അതുപോലെ തന്നെ പാർക്ക് അസിസ്റ്റ്, ബ്രേക്ക് അസിസ്റ്റ്, 360 ഡിഗ്രി ക്യാമറ, ട്രാക്ഷൻ കൺട്രോൾ, സ്റ്റെബിലിറ്റി കൺട്രോൾ, ആവശ്യമുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ ഉണ്ട് എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. വാഹനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്ലോഗ് ആയതുകൊണ്ട് ഈ ഒരു സീറ്റ് ബെൽറ്റിന്റെ കാര്യം പറയണമെന്ന് തോന്നി. സീറ്റ് ബെൽറ്റ് നിർബന്ധമായിട്ടും ധരിക്കുക. ഇനിയിപ്പോൾ 2 കിലോമീറ്റർ അപ്പുറത്ത് പോകുന്നതാണെങ്കിലും ധരിക്കുക. വാഹനത്തിന് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ശരീരത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന് സീറ്റ് ബെൽറ്റും അതുപോലെ തന്നെ എയർ ബാഗും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഫ്രണ്ട് സീറ്റിൽ കുഞ്ഞുങ്ങളെ ഇരുത്താതിരിക്കുക. UAE അലൗഡ് അല്ല, നാട്ടിലുള്ളവരോടാണ് പറയുന്നത്. ഫ്രണ്ട് സീറ്റിൽ ഒറ്റയ്ക്ക് കുഞ്ഞുങ്ങളെ ബെൽറ്റ് ധരിക്കാൻ പാകമല്ലാതെ ഏജിലുള്ള കുഞ്ഞുങ്ങളെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്താതിരിക്കുക. അതുപോലെ തന്നെ പാസഞ്ചറെ മടിയിലും ഇരുത്തരുത്. അത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെയാണ് ബോണറ്റ് ഓപ്പണിംഗ് സ്വിച്ച്. 2 പ്രസ് ചെയ്യണം, 2 പ്രാവശ്യം പ്രസ് ചെയ്യണം. ഇതാണ് BMW X5ന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നത്. ടർബോ എഞ്ചിനാണ്, 6 സിലിണ്ടർ ആണ്. BMWന്റെ ഒരു എംബ്ലം കാണാം. അതുപോലെ തന്നെ BMWന്റെ ഒരു ബാഡ്ജ് കാണാം, നീളത്തിലെ സിൽവർ ഫിനിഷിങ്ങോട് കൂടിയിട്ട്. എഞ്ചിനെ കുറിച്ച് കൂടുതൽ വിശേഷങ്ങൾ പറയാനുണ്ട്. 3 ലിറ്റർ എഞ്ചിനാണ് ഈ വാഹനത്തിൽ. 340 HP പവറിലാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 450 Nm ടോർക്കിനകത്ത് 0 to 100 എത്താൻ എടുക്കുന്ന സമയം 5.5 സെക്കൻഡ് ആണ്. 243 കിലോമീറ്റർ പെർ അവർ ആണ് ടോപ്പ് സ്പീഡ്. അതുപോലെ 12 കിലോമീറ്റർ പെർ ലിറ്റർ ആണ് ഏവറേജ് വരുന്നത്. ഡ്രൈവിംഗ് കംഫർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പതുക്കെ പോകുന്ന സമയത്ത് വളരെ റിഫൈൻ ആയിട്ടുള്ള എഞ്ചിനാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ആക്സിലേറ്റർ വളരെ സ്മൂത്ത് ആണ്. ആവശ്യത്തിന് പവർ ഉൽപ്പാദിപ്പിക്കുന്നു. അതുപോലെ തന്നെ സേഫ്റ്റി ഫീച്ചേഴ്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു വാഹനമാണ് BMW. ഈ വാഹനത്തിനകത്ത് ഡിഫറെന്റ് ഡ്രൈവ് മോഡുകളാണുള്ളത്. ആവശ്യക്കാർക്ക് മോഡുകൾ മാറ്റി പെർഫോമൻസ് റൈസ് ചെയ്ത് ഓടിക്കാം. അതുപോലെ തന്നെ ഡ്രൈവ് മോഡുകൾ മാറ്റുന്നതിനനുസരിച്ച് ആംബിയൻ ലൈറ്റും മാറുന്നതായിട്ട് ഈ വാഹനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ വാഹനത്തിന്റെ സസ്പെൻഷൻ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വളരെ സ്മൂത്ത് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഈ വാഹനത്തിന്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 21.9 ഗാലൻ ആണ്. ഈ വാഹനത്തിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,90,000 ദിർഹംസ് ആണ്. BMW X5ന്റെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. ഇനിയും കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഓട്ടോ പാർക്കിംഗ് സിസ്റ്റം അതുപോലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ട്. അടുത്തൊരു മോഡൽ വാഹനം കാണിക്കുമ്പോൾ അതെന്തായാലും കാണിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.